അപ്പോൾ വിഷ്ണു നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് കിട്ടിയ സിനിമയാണ്. പക്ഷേ ഈ പടത്തെ പറ്റി കൃത്യമായ 3 മെമ്മറീസ് ഉണ്ട് എനിക്ക്. അതിൽ ആദ്യത്തേത് ഇതിന്റെ ക്ലൈമാക്സ് തന്നെ. ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു ഈ പടത്തിന്റെ ക്ലൈമാക്സ്. മരിക്കാൻ ഒരു താല്പര്യവും ഇല്ലാത്ത നായകൻ എന്നാൽ മരണപ്പെടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഇരിക്കെ എന്നാൽ അത് ഉണ്ടാവില്ല എന്ന് പ്രേക്ഷകരെ നമുക്ക് കാണിച്ചു തരുന്നു. നായകനും നായികയും അടുത്തേക്ക് ഓടി വരുന്നു. അവർ ഒരുമിക്കാൻ പോകുന്നു. അന്റിം എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പേടിച്ചിരുന്നോ, എന്നാൽ അങ്ങനെ സംഭവിക്കില്ല എന്നൊരു ആശ്വാസം നമുക്ക് തന്നു. എന്നിട്ട് വീണ്ടും നമ്മളെ കബളിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ്. മൊത്തത്തിൽ കാണുന്നവരുടെ ഇമോഷൻസിനെ വെച്ച് കളിച്ച ഒരു ക്ലൈമാക്സ് എന്ന് തന്നെ വേണം പറയാൻ. ഇനി രണ്ടാമത്തത് ഇതിലെ വില്ലൻ ഗുരുദാദ. പുള്ളിയുടെ ആ ഒരു ലുക്കും, ആൾക്ക് കൊടുക്കുന്ന ബിൽഡപ്പും, പിന്നെ ആ കോയിൻ വെച്ച് നെറ്റിക്കടിക്കുന്നതുമൊക്കെ ചെറുപ്പത്തിൽ ഓർക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഇനി മൂന്നാമത്തത്, ഇത് പറയുമ്പോൾ ചിലർക്ക് ദേഷ്യം വരും. മറ്റു ചിലർ പറയും നീ ഇത് പ്രേക്ഷകരെ ട്രിഗർ ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം പറയുന്നതാണെന്ന്. ബട്ട് അല്ല, എനിക്ക് എന്താണ് ഈ സിനിമ ആദ്യം കണ്ടപ്പോൾ തോന്നിയത്, അത് ഫിൽട്ടർ ഇല്ലാതെ അതേപടി പറയുന്നു എന്ന് മാത്രം. അപ്പൊ പറഞ്ഞു വരുന്നത് ഇതിലെ മമ്മൂട്ടി ജഗതി ശ്രീകുമാർ കോംബോയെ പറ്റിയാണ്. തീർച്ചയായും ഇവർ ഒരുമിച്ച് അഭിനയിച്ച ധാരാളം സിനിമകളുണ്ട്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് CBI സീരീസിലെ സേതുരാമയ്യറും വിക്രമും, ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി എന്ന സിനിമയിലെ ചേട്ടനും അനിയനും, അടിക്കുറിപ്പ് എന്ന സിനിമയിലെ ബഷീറും വക്കീലും, ഇവയൊക്കെയാണ്. ഈ പറഞ്ഞ പടങ്ങളിലെല്ലാം ഇവരുടെ കോമ്പിനേഷൻ നൈസായിരുന്നു. ആ കഥാപാത്രങ്ങൾക്ക് ഇവർ രണ്ടുപേരും ആപ്റ്റുമായിരുന്നു. എന്നാൽ ഈ സിനിമകളിലെല്ലാം ഓൺ എ പേഴ്സണൽ ലെവൽ ഇവരുടെ കഥാപാത്രങ്ങൾ തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അതില്ലാതെ കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ എടാ പോടാ ബന്ധത്തിൽ, ഇനി ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ ജഗതി ശ്രീകുമാർ എന്ന നടൻ തന്റെ കരിയറിൽ ഒരുപാട് തവണ മോഹൻലാൽ, ജയറാം എന്നീ താരങ്ങളോടൊത്ത് ചെയ്ത ഒരു ടൈപ്പ് റോൾ ഉണ്ടല്ലോ, നീ വാടാ പോടാ ടൈപ്പ്, അത് അദ്ദേഹം മമ്മൂട്ടിയുമൊത്ത് ചെയ്ത ഒരേ ഒരു സിനിമ വിഷ്ണു ആണെന്നാണ് എന്റെ അറിവ്. ബട്ട് എന്നിലെ പ്രേക്ഷകന് ഇവർ തമ്മിലുള്ള ആ ഒരു എടാ പോടാ കോമ്പിനേഷൻ ഒട്ടും കൺവിൻസിംഗ് ആയിരുന്നില്ല. മേ ബി ജഗതി മോഹൻലാൽ കോംബോ അത്രയ്ക്ക് മനസ്സിലുള്ളത് കൊണ്ടാവാം ഇതൊട്ടും എനിക്ക് അങ്ങോട്ട് വർക്കൗട്ട് ആയിരുന്നില്ല.